നമ്മുടെ നരച്ച മുടിയെ എങ്ങനെ നമുക്ക് കറുപ്പിച്ചെടുക്കാമെന്ന് മാത്രമല്ല, ഇതിനകത്ത് 1 മാസം ഇത് നിൽക്കും. കാരണം കെമിക്കലൊക്കെ ചെയ്യുന്നവർക്ക്, ചിലവർക്ക് കെമിക്കൽ ഡൈ അങ്ങോട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അലർജിയൊക്കെ ഉണ്ടാകാറുണ്ട്. മുഖത്ത് ചൊറിഞ്ഞും ഒക്കെ തടിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ പറയുന്ന ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. മുടി നല്ല മിനുസമുള്ളതായിട്ടൊക്കെ ഇരിക്കുകയും ചെയ്യും. ഇതിൻ്റെ കറുപ്പ് 1 മാസം വരെ നിൽക്കുകയും ചെയ്യും. അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ നരച്ച മുടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പം ഇപ്പം എല്ലാവരും നേരത്തെ തന്നെ നരയ്ക്കുന്നുണ്ടല്ലേ. അതൊക്കെ നമ്മുടെ ചില എണ്ണകളൊക്കെ ഉപയോഗിക്കുന്ന മൂലമൊക്കെ പെട്ടെന്ന് മുടി നരയ്ക്കാറുണ്ട്. പിന്നെ ഓവർ ടെൻഷൻ, ഇപ്പം എല്ലാവർക്കും ഓവർ ടെൻഷനാണല്ലോ. ടെൻഷൻ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലേ. കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ മുടി കൂടുതൽ പെട്ടെന്ന് നരയ്ക്കാൻ തുടങ്ങുന്നതെന്നൊക്കെ പണ്ടുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് ഇതിനായിട്ട് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടാണ്. ഒരു ബീട്രൂട്ട് എടുത്താൽ മതിയാകും. ഒറ്റ ബീട്രൂട്ട് എടുക്കുക. ബീട്രൂട്ട് എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ അലോവേരയുടെ ജെല്ല്, ഇപ്പം അലോവേരയുടെ ജെല്ല് അലോവേര വീട്ടിലില്ലാത്തവരാണെങ്കിൽ ഫ്രഷ് അലോവേര അതിനകത്തോട്ട് ഒഴിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലായാലും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം 1 സ്പൂൺ അലോവേര ജെല്ലും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. വീട്ടിലുള്ള അലോവേര ആണെങ്കിൽ, അല്ലെങ്കിൽ കറ്റാർവാഴ ആണെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എടുത്തുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ അതൊന്ന് കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ അതിൻ്റെ താഴ്വശം മുക്കി ഇങ്ങനെ വെക്കണം. എന്തിനാണെന്നറിയാമോ? അതിനകത്തെ ആ മഞ്ഞ, ആ ലിക്വിഡ് പോലത്തെ ആ മഞ്ഞ ഇതില്ലേ, അത് പോകാൻ വേണ്ടിയിട്ടാണ്. അത് പോയില്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ എടുക്കുന്നവർ അങ്ങനെ അത് ശരിക്കും നന്നായിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ അതിനകത്ത് ജെല്ല് മാത്രം ഇതിൻ്റെ കൂടെ, അതായത് ബീട്രൂട്ടിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക. കടയിൽ നിന്ന് വാങ്ങിച്ച അലോവേര ആയാലും 1 സ്പൂണ്, ഇതും 1 സ്പൂണ് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു ശക്കലം വെള്ളമേ ഒഴിക്കാവുള്ളൂ. കാരണം ബീട്രൂട്ടിലും അലോവേരയിലും ഒക്കെ, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേരയിൽ വെള്ളമില്ല. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ഫ്രഷ് എടുക്കുമ്പോഴത്തേക്ക് അടിച്ചു കഴിയുമ്പോൾ വെള്ളയാകാറുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഒരു ശക്കലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക. അരച്ചതിന് ശേഷം അത് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് ആ അരിച്ചെടുത്ത നമ്മുടെ ഈ അലോവേരയുടെയും ക്യാരറ്റ് അല്ലല്ലോ, നമ്മുടെ ബീട്രൂട്ടിൻ്റെയും കൂടെ ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. നമ്മുടെ ഡബിൾ ബോയിൽ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മേളിലായിട്ട് ഈ ജ്യൂസ് അതിൻ്റെ മേളിലായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക പാത്രത്തിൽ. എന്നിട്ട് പതുക്കെ അത് ഇളക്കിക്കൊണ്ട് ഇരിക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് കുറുകും. അത് മതി, ഭയങ്കരമായിട്ട് കുറുകില്ല, ചെറുതായിട്ടൊന്ന് കുറുകുന്ന ആ പരുവം. നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അതെടുത്ത് മാറ്റി അതിനെ തണുക്കാനായിട്ട് അനുവദിക്കുക. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നീലയമരിയുടെ പൊടി എടുക്കുക. നീലയമരിയുടെ പൊടിയുടെ അളവ് ഞാൻ പറയുന്നില്ല. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും തലയിലെ നര എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അതനുസരിച്ച് നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള നീലമരിപ്പൊടി നിങ്ങൾ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ജ്യൂസ് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളമായി പോകരുത്. തലയിൽ തേക്കുമ്പോൾ അത് പിടിക്കുന്ന പരുവമില്ല, ആ പരുവത്തിൽ മാത്രമേ അത് കുഴച്ചെടുക്കാവുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ അത് അടച്ചു വെക്കുക. അത് അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അതിനു മുന്നേ ഇത് തേക്കുന്നതിൻ്റെ തലേ ദിവസം നിങ്ങൾ നിങ്ങളുടെ തല നന്നായിട്ട് തേച്ച് കഴുകുക. ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകുക. അതിനുശേഷം നിങ്ങൾ ഹെന്ന ചെയ്യുക. ഹെന്ന ചെയ്യുമ്പോൾ 1 മണിക്കൂറൊക്കെ അത് തലയിൽ വെക്കുക. 1 മണിക്കൂറിന് ശേഷം ഈ എണ്ണ ചെയ്തത്
ഹെന്ന ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാൻ വൈകിൽ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇനിയും ഹെന്നയുടെ വീഡിയോ വേണം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം തലേദിവസം ഹെന്ന ചെയ്യുക. ഹെന്നയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക. എന്നിട്ട് പിറ്റേ ദിവസം വേണം ഈ പണി നമ്മൾ ചെയ്യാൻ. അപ്പം നമ്മളവിടെ കുഴച്ച് വെച്ചിരിക്കുന്നത് അവിടെ ഇരിക്കുവാണ്. അപ്പം ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞു. 1/2 മണിക്കൂറിന് ശേഷം ഇതെടുത്തിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അത് നര ഉള്ളിടത്തും ഇല്ലാത്തടത്തും ഫുള്ളായിട്ട് തേക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നര ഉള്ളിടത്ത് മാത്രം തേച്ചാൽ മതിയെങ്കിൽ അങ്ങനെ തേക്കുക. ഫുള്ളായിട്ട് തേക്കുന്ന കൊണ്ട് ഒരു കുഴപ്പവുമില്ല. അത് ഫുള്ളായിട്ട് തേച്ചതിന് ശേഷം 1/2 മണിക്കൂർ തലയിൽ വെച്ചുകൊണ്ടിരിക്കുക. 1/2 മണിക്കൂറിന് ശേഷം കഴുകി കളയുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 1 മാസം വരെ ഈ മുടിയിലെ കറുപ്പ് നമുക്ക് നിൽക്കും. നരച്ച മുടിയെല്ലാം മാറി 1 മാസം വരെ ഇതിൻ്റെ കറുപ്പ് നമുക്ക് നിൽക്കുന്നതായിരിക്കും. അപ്പം പിന്നെ ആദ്യം ചെയ്യുമ്പോഴത്തേക്കും 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പം മുടി കറക്കണം എന്നില്ല. എന്നാലും 3/4 ഭാഗവും കറക്കും. കറുത്തില്ല എന്ന് പറഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കണ്ട. 3-ാമത്തെ പ്രാവശ്യം എന്തായാലും ചിലവർക്ക് കേട്ടോ, 3-ാമത്തെ പ്രാവശ്യം എന്തായാലും നമ്മുടെ മുടി നന്നായിട്ട് കറക്കുക തന്നെ ചെയ്യും. 1 മാസം വരെ നിൽക്കും. സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. അപ്പം പുതുതായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.